നിൽക്കുന്നത്. നമ്മൾ സ്റ്റേഷനോട് കയറി വരുമ്പോൾ ഇൻട്രോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല മഴയായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് പുറത്തെടുത്തിരിക്കുന്ന കുറച്ച് വിഷ്വൽസ് നിങ്ങൾ ഓവർലൈഡ് കാണാൻ പറ്റും. നമ്മളിവിടുന്ന് ഒരു അടിപൊളി ട്രെയിൻ യാത്രയാണ്. നമ്മൾ അടിപൊളി എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ട്രെയിൻ യാത്രയാണ്. ഒരുപാട് കാലത്ത് ആഗ്രഹിച്ച ഒരു ട്രെയിൻ യാത്രയാണ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങോട്ടാണ് ഉണ്ടാകുന്നതല്ല, ഒറ്റ സെക്കൻഡ് ഇപ്പോൾ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഈ ട്രെയിനാണ്. ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ പൂനെ കന്യാകുമാരി ജയന്തി ജനത എക്സ്പ്രസ് 16381 പൂനെ ജംഗ്ഷൻ കന്യാകുമാരി ജയന്തി ജനത എക്സ്പ്രസ് ആണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ കന്യാകുമാരി വരെ പോകുന്നില്ല, പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കന്യാകുമാരി വരെ പോകുന്നില്ല, നമ്മൾ തൃശ്ശൂർ വരെ പോകുന്നുള്ളൂ. അപ്പോൾ പൂനെ ജംഗ്ഷൻ മുതൽ തൃശ്ശൂർ വരെ നമ്മുടെ യാത്ര. നമ്മുടെ ലോക്കോ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഏതാ ലോക്കോ ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോക്കോ 30656 ലല്ലഗുഡിയുടെ വാപ്പ് 7 ആണ്. ജസ്റ്റ് ലോക്കോ ചാർജ് എടുത്ത് ലോക്കോ പൈലറ്റുമാരൊക്കെ ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് പുറപ്പെടാൻ ഇനി സമയമുണ്ട്. ഉടനെ ഒന്നും പുറപ്പെടില്ല, ഇനി കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് B5 222-785 ICF ബിൽട്ടാണ്. അത്യാവശ്യം പുതിയ കോച്ചാണ്, 2 വർഷത്തെ പഴക്കം. അപ്പോൾ ഇത് എൻജിനിന് 4ാമത്തെ കോച്ചാണ്. അപ്പോൾ നാളെ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പകൽ ഏതെങ്കിലും ഒരു ക്രൂ ചോയിഞ്ച് പോയിന്റിൽ വെച്ച് നമുക്ക് ഫ്രണ്ടിൽ പോയി കുറച്ചും കൂടി വൃത്തിയുള്ള ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാൻ ലോക്കോൻ്റെ. ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മുടെ കോച്ചും. കന്യാകുമാരി പൂനെ. വണ്ടിയിൽ തിരക്ക് തീരെ കുറവാണ്. ഫസ്റ്റ് ചാർട്ട് പ്രിപ്പയർ ആയി കഴിയുമ്പോൾ 110-ൽ പരം ബർത്തുകൾ ഫുള്ളി വേക്കൻ്റാണ്. അതായത് എൻഡ് ടു എൻഡ് വേക്കൻ്റാണ്. 110 ബർത്ത് തേർഡ് AC മാത്രം. അതായത് ഏകദേശം 2 കോച്ചോളം കാലിയാണ്. നമ്മുടെ കോച്ചിൽ ഏകദേശം 8 സീറ്റ് കാലിയാണ് ഞാൻ കണ്ടത്. നമ്മുടെ ബെഡ്റോൾ വന്നിട്ടുണ്ട്. ബെഡ്റോൾ വലിയ കുഴപ്പമില്ല. പില്ലൊക്കെ ഒരു ഇച്ചിരി വൃത്തികൾ തോന്നി. നമ്മുടെ വണ്ടി പുറപ്പെടാൻ റെഡിയാണെന്നാണ് പറയുന്നത്. സിഗ്നൽ ഇപ്പോഴും റെഡാണ്. കൃത്യസമയ 11:50 അനങ്ങി തുടങ്ങി. ഈ പൂനെന്ന് സോലാപൂർ വരെയുള്ള സ്ട്രെച്ച് ഡേ ടൈമിൽ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഇന്നെന്തായാലും നടക്കില്ല. നമ്മൾ നേരം എടുക്കുമ്പോഴേക്കും ഗുൽബർഗ എത്തും. അപ്പോൾ ഇനി ഒരു യാത്ര അതിനുവേണ്ടി നമ്മൾ ഈ സൈഡിലോട്ട് വരും. നമുക്ക് സോലാപൂർ പൂനെ സ്ട്രെച്ച് 12 പിടിക്കാനായിട്ട്. അപ്പോൾ പൂനെന്ന് വിടുന്നതോടെ ഞാൻ ഉറങ്ങാൻ പോകും. മണി 11:50. നല്ല ഉറക്കം വരുന്നുണ്ട്. നമ്മൾ കിടന്ന് ഉറങ്ങും. നാളെ രാവിലെ നേരം വെളുക്കുന്നിടം മൂലം നമ്മൾ കവർ ചെയ്യും. നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോ ആയിട്ട് നമ്മൾ ഈ സൈഡ് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമുക്ക് വിട്ടുപോയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള നമുക്ക് അവിടെ മൂലങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ പൂനെ നമ്മുടെ യാത്ര തുടങ്ങി. ബാക്കി നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഫോക്സ്. നേരം വെളുത്തു എന്നല്ല, സമയം ഇപ്പോൾ 7:44, 7:45. നമ്മളിപ്പോൾ കൃഷ്ണ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ് വാട്ടറിങ്ങിന് വേണ്ടി. നമ്മളിപ്പോൾ ഇത് മൊത്തം ഓടി സെൻട്രൽ റെയിൽവേ മൊത്തം ഓടി സൗത്ത് സെൻട്രൽ റെയിൽവേയിലെത്തി. സൗത്ത് സെൻട്രൽ റെയിൽവേയിലെ കൃഷ്ണ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത സ്റ്റേഷൻ രായച്ചൂർ നമുക്ക് സ്റ്റോപ്പുള്ളത്. സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല, ഇതൊരു വാട്ടറിങ്ങിന് വേണ്ടി മാത്രം നിർത്തിയത്, വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം നിർത്തിയാണ്. വാട്ടറിങ് കഴിയാറായിരുന്നു. വാട്ടറിങ് കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവുകയും ചെയ്യും. പ്ലാറ്റ്ഫോമിന് മറുപുറത്തൊരു ഫ്രൈറ്റ് കിടപ്പുണ്ട്. നമ്മൾ വാട്ടറിങ് പൈപ്പ്സ് ഒരു ഡിസ്കണക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു നമ്മൾ ഫൈനലി. ഇപ്പോൾ കൃഷ്ണ സ്റ്റേഷൻ വഴി കടന്നു വന്നപ്പോൾ ഒരുവിധം എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ ഇതുണ്ട്, ഓപ്പറേറ്റിംഗ് ഹോൾഡ് ഉണ്ട്, വാട്ടറിങ് ഹോൾഡ് ഉണ്ട്. നമ്മളങ്ങനെ കൃഷ്ണ സ്റ്റേഷൻ വിട്ട് തിരിച്ച് മെയിൻ ലൈനോട് കയറുന്നു. അപ്പോൾ കൃഷ്ണ പാലം കടക്കുന്നതോടുകൂടി നമ്മൾ തിരിച്ച് കർണാടകയിലേക്ക് കയറും. നമ്മളിപ്പോൾ തെലങ്കാനയിലാണ്.
കൃഷ്ണ നദിയിൽ നല്ലോണം വെള്ളമുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ, ഈ റൂട്ട് വഴിയുള്ള കഴിഞ്ഞ വീഡിയോ കണ്ടവർ, അത് മാർച്ചിലായിരുന്നു. ആ വീഡിയോയിൽ ഈ റൂട്ടിൽ ശരിക്കുള്ള വെള്ളത്തിൻ്റെ അളവ് കാണാം. അടിയിൽ പാറയും ഒക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ പാറ ഒന്നും കാണാനില്ല, വെള്ളമാണ് മുകളിൽ വരെ മൊത്തം വെള്ളമാണ് ഇപ്പോൾ. കാര്യം കർണാടകയിലൊക്കെ നല്ലോണം മഴ വരുന്നുണ്ട്. ഇങ്ങോട്ട് മഴ കുറവാന്ന് തോന്നുന്നു. കാര്യം ഇങ്ങോട്ട് വലുതായിട്ട് മേഘങ്ങളൊന്നും കാണാനില്ല, വളരെ മയിലാണ്. ഇങ്ങോട്ട് വലുതായിട്ട് മഴയില്ലെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോയ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഴ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പോയിട്ട് മഴയൊന്നുമില്ല, ക്ലിയറാണ്. പക്ഷെ വെള്ളമുണ്ട് നല്ലോണം, പുഴയിൽ നല്ലോണം വെള്ളമുണ്ട്. ഇവിടെ നമ്മൾ കർണാടകയിലോട്ട് വരായി. ആക്ച്വലി നല്ലോണം ബിഫോർ ടൈമാണ്, അതുകൊണ്ട് എനിക്ക് നമ്മളെ പിടിച്ചിട്ടാണ് തോന്നുന്നത്. ഫ്രണ്ടിൻ്റെ സിഗ്നൽ ആംബറാണ്, പച്ചയല്ല. അങ്ങനെ കൃഷ്ണ നദിക്ക് കുറുകെയുള്ള പാലം കഴിഞ്ഞു. ഒരു സൈഡിലൊരു ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്, അംബുജ സിമെൻസിൻ്റെ അടുത്ത്. അംബുജ സിമെൻറ്റിൻ്റെ ഫാക്ടറികളെല്ലാം കാണുമായിരിക്കും. ഇത് അംബുജ സിമെൻറ്റിൻ്റെ സ്വന്തം ഫ്രൈറ്റേഴ്സാണ്. കാര്യം AMBC എന്നാണ് അവർ ഓണിങ് സോൺ റെയിൽവേക്ക് പകരം എഴുതിയിരിക്കുന്നത്. അവർ സ്വന്തം ഫ്രൈറ്റാണ് തോന്നുന്നത്, സ്വന്തം വാഗൺസാണ് തോന്നുന്നത്. ജസ്റ്റ് നിർത്തിയിട്ടെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ രായച്ചൂരിൽ നിന്ന് മേടിച്ച ഫുഡ്. ചട്ടണി, രായച്ചൂരല്ല സോറി, കൃഷ്ണേനെ മേടിച്ചത്. ചട്ടണിയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഇഡ്ഡലിയും ഒരു വടയുണ്ട്, കൂടെ ചട്നിയുണ്ട്. അത് വേഗം ഫിറ്റ് ചെയ്തിട്ട് ഡോറിൽ നിന്ന് പോകാം. ഫ്രൈഡായിരുന്നു. നമ്മുടെ ഇഡ്ഡലിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഇഡ്ഡലിയായിരുന്നു. നല്ല ഇഡ്ഡലിയും നല്ല ക്രിസ്പായിട്ടുള്ളൊരു വടയായിരുന്നു. ചെറിയ വടയായിരുന്നു, ചെറിയ ഇഡ്ഡലികളുമായിരുന്നു. പക്ഷേ നല്ല ചട്നിയായിരുന്നു. ഇപ്പോൾ ട്രെയിനിൽ തേങ്ങാ ചട്നി വിളമ്പാറില്ല, ട്രെയിനിൽ വിളമ്പെന്നെപ്പോഴും പൊട്ടുവെള്ള ചട്നിയാണ്. ഇത് പൊട്ടുവെള്ള ചട്നി തന്നെയാണ്. അതുതന്നെ യർമര സ്റ്റേഷൻ. ഇവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്, യർമരാസ് പവർ സ്റ്റേഷൻ. ഇതും തെർമൽ പവർ സ്റ്റേഷൻ തന്നെയാണ്. ഈ ഏരിയ നല്ലോണം ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ്. യർമരാസ്, കൃഷ്ണ, രായച്ചൂർ, സ്ട്രെച്ച് അങ്ങനെ. ഈ വണ്ടിക്ക് ജെർക്ക് ഒരു ഇത്തിരി കൂടുതലാണ്. ഇന്നലെ രാവിലെ തന്നെ ഒന്ന് ജെർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഭയങ്കര ജെർക്കുണ്ട് ഈ വണ്ടിക്ക്. അത് കപ്ലേഴ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ആണോ എന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് രായച്ചൂർ സ്റ്റേഷനോട് കയറാൻ പോകണം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗഡ്വാൾ രായച്ചൂർ ലൈനാണ്. ഈ ലൈനൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്.
നമ്മളങ്ങനെ റായ്ചൂർ സ്റ്റേഷനിലേക്ക് എത്തി. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിനടുത്ത് ലേറ്റാണ്. ഇഡ്ഡലി വടയുണ്ട്. നമ്മളിവിടുന്ന് പുറപ്പെടുകയെന്ന് തോന്നുന്നു. നമുക്ക് ക്രൂ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രൂ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നില്ല നമുക്ക്. നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ട്രെയിൻ ഓഫ് കോഴ്സ് പുതുമയാണ്. അതല്ലാണ്ടുള്ള പുതുമ എന്ന് പറയുന്നത് ഗുണ്ടക്കൽ ഗുത്തി റൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബാക്കി മുഴുവൻ നമ്മൾ ചെയ്തിട്ടുള്ള റൂട്ടാണ്. ഗുണ്ടക്കൽ ഗുത്തി റൂട്ട് നമുക്ക് പുതിയതാണ്. പിന്നെ ഗുത്തിന്ന് മറ്റേ കടപ്പ വഴി നമ്മളങ്ങനെ രേണിഗുണ്ട ചെന്ന് അവിടുന്ന് തിരുപ്പതി വഴി ചിറ്റൂർ, അങ്ങനെ അവിടുന്ന് കാട്ട്പാടിന്ന് പിന്നെ നമ്മുടെ സ്ഥിരം റൂട്ട്. അതാണ് ഈ വണ്ടിയുടെ റൂട്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രദേശങ്ങളാണ്. എന്നാലും ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് നമുക്കിന്ന് കാണാം. മെയിൻ ലൈനിലൂടെ ഒരു ഫ്രൈറ്റർ ഉണ്ടായിരുന്നു, ഒരു G9 ഹോൾഡ് ഫ്രൈറ്റർ. ജസ്റ്റ് മീൻമേൽ അപ്പുറത്ത് കൂടെ ഒരു ഫ്രൈറ്റർ കയറി വരികയും കൂടി ചെയ്തായിരുന്നു. സാധാരണഗതിയിൽ ഒരു DG5 DG4G ഒക്കെ കിടക്കാറുണ്ട്. ഇന്നൊരു DM3D ആണ്. നാന്ദേഡ് എക്സ്പ്രസ് ആയിരുന്നു. നല്ല കാറ്റ് കാരണം ക്യാമറ പുറത്തോട്ട് പിടിക്കാൻ പറ്റുന്നില്ല. മരിച്ചേത്തൽ എന്ന് പറഞ്ഞ സെക്ഷനാണ്.
തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള പാലത്തിൽ കയറിയാണ്. നമ്മൾ കൃഷ്ണയിൽ കണ്ട പോലെ വെള്ളം ഇവിടെ കാണാനില്ല, എന്നാലും വെള്ളത്തിന് അത്യാവശ്യം ഒഴുക്കുണ്ട്. കൃഷ്ണയിൽ ഫുള്ള് കൃഷ്ണ നദി, ഇവിടെ അത്ര വെള്ളമില്ല. ഇവിടെ ആന്ധ്രാപ്രദേശാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല വെള്ളം ഉണ്ടാകുന്ന കാര്യം വാർത്ത വായിക്കുന്നവർ ശ്രദ്ധിച്ചാണ് തുംഗഭദ്ര ഡാമിൻ്റെ ഷട്ടർ തകർന്ന് വെള്ളം അധികമായിട്ട് ഒഴുക്കിവിടേണ്ടി വന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ലോണം വെള്ളം ഉണ്ടാകുന്നതാണ്. മേ ബി ആ ഡാം ഇതിലപ്പുറത്തല്ലേ, ജോഗ്രഫി നോക്കിയിട്ട് വായിക്കും. നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായി മന്ത്രാലയം റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ സ്റ്റേഷൻ വഴി മെയിൻ ലൈനിലൂടെ കടന്നു വന്ന ട്രെയിനുകൾക്ക് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. 120 kmph ആണ് സ്പീഡ് ലിമിറ്റ്. നമ്മുടെ കേരളത്തിൽ 120 kmph MBS പോലുള്ള ഒരു ലൈനിനും. പക്ഷേ കേരളത്തിലും വരും കേട്ടോ. ആദ്യം താമസിച്ചത് ഇപ്പോൾ മന്ത്രാലയം റോഡ് സ്റ്റേഷൻ എത്തി. ഇപ്പോൾ കേരളത്തിൽ ആദ്യം താമസിച്ചത് പാലക്കാട് ഡിവിഷനിൽ 130 kmph വരും. ഈ വർഷം അവസാനത്തേക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ രാഘവേന്ദ്ര സ്വാമിയുടെ മഠത്തിന് ഫേമസ് ആണ് മന്ത്രാലയം. ടൗൺ ഇവിടുന്ന് അല്പം ദൂരമുണ്ട്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ബസ്സും ഷെയർ ഓട്ടോ ഒക്കെ കിട്ടുന്നു. ഇതാണ് മന്ത്രാലയം റോഡ് സ്റ്റേഷൻ. WDG 6G ഹൗൾഡ് BTP എന്തായി കാണാം. അപ്പം നമ്മളങ്ങനെ മന്ത്രാലയം റോഡിൽ നിന്ന് പുറപ്പെടുന്നു. ഇനി കുറച്ചധികം നേരത്തേക്ക് ഷെഡ്യൂൾഡ് ക്രോസിങ്ങുകളൊന്നുമില്ല. ഇനി അടുത്ത ക്രോസിങ്ങിന് ആദണി വേണ്ടി നമ്മുടെ പാരന്റ് ട്രെയിനേ ഉള്ളൂ. അതുവരെ നമുക്ക് ഷെഡ്യൂൾഡ് ക്രോസിംഗ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പാൻട്രി കാറിലെ ഫുഡ് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു. പാൻട്രി കാറിലെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നത് ഉപ്പുമാവ്, പോഹ, അതുപോലെ കട്ട്ലറ്റാണ് വന്നത്. ഞാനൊരു കട്ട്ലറ്റ് മേടിച്ചു.
കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സാധാരണ റെയിൽവേ കട്ട്ലറ്റ് തന്നെ 2 ഉണ്ട്, പിന്നെ 2 ബ്രെഡും ഒരിത്തിരി കെച്ചപ്പും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ആദണി സ്റ്റേഷനിലേക്ക് എത്തി. നമ്മളൊരു 25 മിനിറ്റ് ലേറ്റാണിപ്പോൾ. എന്നാലും ഇവിടുത്തെ പഴക്കച്ചവടക്കാരൊക്കെ എവിടെ പോയാവോ? ഇവിടെ പണ്ട് പഴം കിട്ടുമായിരുന്നു, ഒന്നും കാണാനില്ല. ഫ്രണ്ടിൽ ജനറലോട്ട് കയറാനുള്ള തിരക്കും ഉണ്ടാവും. ഇടിച്ച് കുത്തി കയറും ഇനിയിപ്പോൾ ആൾക്കാർ. ഫ്രണ്ടിലാകെ ഒരു ജനറലേ ഉള്ളൂ, അതിനപ്പുറത്തത് ജനറേറ്ററാണ്. ഇതാണ് ആദണി സ്റ്റേഷൻ. ഓപ്പോസിറ്റ് ലൈനിൽ പച്ചയാണ്. ഇപ്പോൾ ഏതോ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നുണ്ട്. ഫ്ലൈറ്റ് ആവാൻ സാധ്യത. ഞാൻ നോക്കിയിട്ട് വേറെ യാത്ര വണ്ടികളൊന്നും ഈ സമയത്തില്ല. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ ഈ സ്റ്റേഷൻ്റെ ഷെൽട്ടറിൻ്റെ മുകളിൽ എഴുതിക്കുന്നുണ്ടല്ലോ, ആദണിന്ന് എഴുതിക്കുന്നുണ്ടല്ലേ, ആ ഒരു ഡിസൈനിൽ ഞാനിപ്പോൾ പല സ്ഥലത്തും ബോർഡുകൾ കണ്ടു. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നല്ല വലുപ്പത്തിൽ നീല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പച്ചയാണ്, എന്നാലും ഓപ്പോസിറ്റ് തന്നെ ട്രെയിൻ പതുക്കെ പോകുന്നത്. അവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഒന്നും കാണാൻ പറ്റും. മുണ്ടക്കലെത്തുന്നു. മുണ്ടക്കൽ ബൈപ്പാസ് സ്റ്റാൻഡാണ് കാണുന്നത്. ബൈപ്പാസ് സ്റ്റാൻഡിൽ ഫ്ലൈറ്റ് നിൽക്കുന്നത് കാണാം. ഇതൊരു വാഗ് 12B ഹൗളിൽ ലോഡഡ് ഓപ്ഷൻ ബൈക്കാണ്. ഇവിടെ ഗുണ്ടക്കൽ ബൈപ്പാസ് ക്യാബിനും കാണാം. ബൈപ്പാസ് ലൈൻ വഴി യാത്ര ചെയ്യുന്ന വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് നമുക്ക് ബൈപ്പാസ് ലൈന് മുകളിൽ യാത്രയും കിട്ടിയത് തന്നെ. ഈ ബൈപ്പാസ് ലൈന്
എന്ന് പറയുന്നത് ശരിക്കും ഹുബ്ലി ലൈനിലേക്ക്, അതായത് ബെല്ലാരി ലൈനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബൈപ്പാസ് ലൈനാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ബെല്ലാരി ലൈൻ, ഗുണ്ടക്കൽ ബെല്ലാരി ലൈനാണ്. അപ്പോൾ ഗുണ്ടക്കൽ ബെല്ലാരി ലൈനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബൈപ്പാസ് ലൈൻ പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കൽ സ്റ്റേഷനിലോട്ട് കയറുന്നു. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഗുണ്ടക്കൽ വഴി പോയിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ഗുണ്ടക്കലിന് നേരെ കല്ലൂരിലേക്കുള്ള ലൈനിലേക്കാണ് പോയത്. ഗുണ്ടക്കൽ കല്ലൂർ ലൈൻ വഴിയാണ് പോയത്, ഹനുമാൻ സർക്കിൾ വഴി. ഇപ്പോൾ നമ്മൾ ഗുണ്ടക്കലിന് ഗുത്തിയിലേക്കാണ് പോകുന്നത്. ഗുത്തി പിന്നെ കടപ്പ അങ്ങനെ പോകും. നമ്മൾ ഗുത്തി സ്റ്റേഷൻ ഒരു വീഡിയോയിൽ, മുമ്പത്തെ ഒരു വീഡിയോയിൽ ഗുത്തി സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആക്ച്വലി മറ്റേ ഇതിനായിരുന്നു, എന്താ പറയുക, കാച്ചിഗുഡ എക്സ്പ്രസ്സിനായിരുന്നു വന്നത്. ആ കാണുന്ന നീല ഷെഡുകളാണ് ഗുണ്ടക്കലെ ഡീസൽ ലോക്കോ ഷെഡ്. ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോ ഡീസൽ ലോക്കോ രണ്ടും ഉണ്ട് അവിടെ. ഹ്യൂജ് ഷെഡാണ്. കാര്യം അവർക്ക് ഡീസൽ ലോക്കോ ഹോൾഡിംഗ് ഉണ്ട്, ഇലക്ട്രിക് ലോക്കോ ഹോൾഡിംഗ് ഉണ്ട്, രണ്ടും ഉണ്ട് അവർക്ക്. അതിനകത്ത് കുറച്ച് ആൽക്കോസ് കിടക്കുന്നതാണ്. ഇപ്പോഴത്തെ വാഗ് 7 കിടക്കുന്നത് കാണാം. വാഗ് 7 ആണ് മെയിനായിട്ട് ഈ ഷെഡിൻ്റെ. ഞാൻ ഈ ഷെഡിൽ നിന്ന് പാസഞ്ചർ ലോക്കോസ് ഒന്നും കണ്ടില്ല, വാഗ് 7 മാത്രമേ കണ്ടിട്ടുള്ളൂ. വാഗ് 9 ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത്രയ്ക്ക് കൂടെ ഓർമ്മ കിട്ടുന്നില്ല. നമ്മളങ്ങനെ ജസ്റ്റ് ഗുണ്ടക്കൽ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നുന്നു. നമ്മൾ ചാറപറാന്ന് പോയിൻറ്റ്സ് കിടക്കുകയാണ്. അവിടെ കുറേ ഒരു ട്വിൻ G7 ഹോൾഡ് BCNR ആയിരുന്നത്, ഈ റോഡിൻ്റെ G7s ആയിരുന്നത്. നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കൽ സ്റ്റേഷനോട്ട് കയറുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലായിരുന്നു പോയത്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ഇന്ന് ഫ്രൈറ്റ് നിൽക്കുന്നത്, അങ്ങേ അറ്റത്ത്. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമ്മൾ പോയ പ്ലാറ്റ്ഫോം. ഇപ്രാവശ്യം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടുന്ന് ഫർദർ ഹനുമാൻ സർക്കിൾ വഴിയാണ് പോയത്, നേരെ കല്ലൂർ ലൈനിലേക്ക് പോകുമായിരുന്നു. ഇന്ന് നമ്മൾ ഗുത്തി ലൈനിലാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 7-ലേക്കാണ് വന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം 7 ഗുണ്ടക്കൽ ജംഗ്ഷൻ. ദോശ, ലെമൺ റൈസ് ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കഴിഞ്ഞതാണ്. ഇതാണ് നമ്മുടെ ലോക്കോ 30656 ലല്ലഗുഡിയുടെ വാഗ് 7 ഇതാണ് ഗുണ്ടക്കൽ ജംഗ്ഷൻ. അങ്ങേ അറ്റത്തെ ഫ്രൈറ്റ് കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1, അതുവഴിയാണ് കല്ലൂർ ലൈൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ലോക്കോ. നമ്മുടെ ലോക്കോന് മണൽ നിറയ്ക്കുകയാണ്, സാൻഡിങ് ചെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ. ആ പ്രോസസ്സാണ് സാൻഡിങ് എന്ന് പറയുന്നത്. മണൽ നിറയ്ക്കുകയാണത് സാൻഡ് ബോക്സിനകത്തോട്ട്. നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. ആംബറാണ്. അതിലെന്തോ ഒരു റൂട്ട് ഇൻഡിക്കേഷൻ ബോർഡും കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഗുണ്ടക്കലിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 10:25. അപ്പുറത്തൊരു G7 ഒരു ഷണ്ടിങ് ചെയ്യുന്നുണ്ട്. പാസഞ്ചറാണെന്ന് തോന്നുന്നുണ്ട്. ഹുബ്ലി ഗുണ്ടക്കൽ പാസഞ്ചർ ആയിരിക്കണം അത്. ബോർഡ് കണ്ടിട്ട് അതുപോലെ ഉണ്ട്, ഹുബ്ലി ഡിവിഷൻ്റെ ബോർഡ് പോലെ ഉണ്ട് കണ്ടിട്ട്.
അപ്പോൾ അതാണ് ഗുണ്ടക്കൽ ജംഗ്ഷൻ. അങ്ങ് ദൂരെ കാണുന്ന ബിൽഡിംഗ് കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1. ആ സെക്ഷൻ കിടക്കുന്നത് മൊത്തത്തിൽ മറ്റേ ഹനുമാൻ സർക്കിൾ ലൈനിലാണ്, കല്ലൂരിലേക്ക് വന്ന് പഴയ മീറ്റർ ഗേജ് ലൈനാണത്. അതിലാണ് ആ എൻറ്റയർ സെക്ഷൻ കിടക്കുന്നത്. അവിടെ 3 പ്ലാറ്റ്ഫോം ഉണ്ട്. ബാക്കി പ്ലാറ്റ്ഫോമുകളാണ് ഈ സെക്ഷനിലുള്ളത്. അപ്പം നമ്മൾ നിന്നത് ലാസ്റ്റായിരുന്നു, 7ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ എനിക്കൊന്നു 4, 5, 6, 7 4 പ്ലാറ്റ്ഫോമാണ് ഇപ്പോഴത്തെ സെക്ഷനിലുള്ളത്. നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇതാണ് ഗുണ്ടക്കല യാർഡ്. അതാണ് ഗുണ്ടക്കൽ യാർഡ്. ഗുണ്ടക്കൽ കുത്തി സെക്ഷൻ പുതിയതാണെന്ന് ഞാൻ പറയുമ്പോൾ ഈ ചാനലിൽ പുതിയതാണെന്നാണ് അർത്ഥം. ഈ റൂട്ടിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. എൻ്റെ അറിവിൽ ഇത് ധോണിലേക്ക് പോകുന്ന ലൈനാണ്. ഇത് ഉറപ്പില്ല കേട്ടോ. ധോണിയിൽ നിന്ന് വരുന്നൊരു ലൈൻ മറ്റേ സൈഡിലുണ്ട്. ഇതും അതുപോലെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. SSCPV പെന്തപ്പള്ളി. അപ്പോൾ ഇത് തന്നെ ധോണിലോട്ട് പോകുന്ന ലൈനത്. ഈ കാണുന്നതാണ് ഗുന്തക്കലിൽ നിന്ന് ധോണിലേക്ക് പോകുന്ന ലൈന്. ഈ ലൈന് പെద్దപ്പള്ളി വെച്ച് ഗുട്ടിയിൽ നിന്ന് വരുന്ന ലൈനുമായിട്ട് മാജി. ഇതാണ് മെയിൻ ലൈന്. ഗുത്തിയിൽ നിന്ന് വരുന്നത് ബ്രാഞ്ചാണ്. ഗുത്തിയിൽ നിന്ന് വരുന്ന ലൈനോട്ട് ഈ ലൈൻ പെద్దപ്പള്ളി വെച്ച് മാജി. നമ്മളങ്ങനെ ഗുണ്ടക്കൽ വിട്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് ഗുത്തിയിലാണ്. മറ്റേ കല്ലൂർ ലൈൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പോലും പറ്റില്ല. ബിക്കോസ് അത് ആ ഗുണ്ടക്കൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ റൈറ്റ് തിരിഞ്ഞങ്ങ് പോകും. അപ്പോൾ നമുക്കത് എവിടെയും കാണാൻ പറ്റില്ല ലൈന്. ട്രാക്ക് മെയിൻ്റനൻസ് സാറ്റലൈറ്റ് ഇപ്പോൾ ആണെന്ന് തോന്നുന്നു. തിമ്മനച്ചെർല എന്ന് പറഞ്ഞ സ്റ്റേഷനോട്ട് എത്തുകയാണ്. ഗുത്തിയുടെ ട്വിൻ G9 ലൈറ്റ്. ഇതാണ് തിമ്മനച്ചെർല സ്റ്റേഷൻ.
130 അടിച്ചു കഴിഞ്ഞു. ഡാമ കുളമാണ്ടോന്നാണ്. വീണ്ടും ഒരു വലിയ വാട്ടർ ബോഡി. മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ദൂരൊരു വലിയൊരു വാട്ടർ ബോഡിയാണ്. അതുപോലെ മലകളൊക്കെ കാണാം. ആ മലകളുടെ മറുപുറത്ത് കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ കല്ലൂർ ലൈൻ പോകുന്നത്. നമുക്കിനിയൊരു 10 കിലോമീറ്റർ കൊണ്ടാണ് ഗുത്തിയിലേക്ക്. ഗുത്തിയിൽ നിന്ന് പിന്നെ നമ്മൾ തിരിഞ്ഞ് ടുവേർഡ്സ് റേണിഗുണ്ട പോകും. ഗുത്തിയിൽ നിന്ന് കല്ലൂരിലേക്ക് ഒരു ലൈനുണ്ട്, വേറൊരു ലൈന്. ആ ലൈൻ നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ആ ലൈൻ നമുക്കൊരു പെൻഡിങ് ആണ്. ശരിക്കും കഴിഞ്ഞ മാസം ജൂലൈയിൽ ഞാൻ ആ ലൈനിൽ കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ട്രിപ്പ് പിന്നീട് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ശബരി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തത്. അപ്പോൾ ആ ഗുത്തി ലൈൻ നമുക്കിപ്പോഴും പെൻഡിങ് ആണ്. അതിനൊരു പിന്നീട് എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് അതിനായിട്ട് ഞാൻ വരുന്നുണ്ട്. ജസ്റ്റ് ഗുത്തി സ്റ്റേഷനിലേക്ക് കയറുന്നു. മറ്റേ ധോണെന്നുള്ള ലൈൻ വന്ന് കയറുന്ന കാണികളെന്ന് വെച്ച് വിട്ടുപോയത്. ആ സമയത്ത് ഇവിടെ മറ്റേ AC മെക്കാനിക്ക് വന്നിട്ട് എന്തോ പണിയായിരുന്നു. ഇതാണ് ഗുത്തി ജംഗ്ഷൻ. അപ്പോൾ ഇതാണ് ഗുത്തി യാർഡ്. അവിടെ ഒരു ട്വിൻ EMDC കിടക്കുന്നതാണ്.
ആ നീല ഷെഡാണ് ഗുത്തി ഡീസൽ ലോക്കോ ഷെഡ്. അപ്പോൾ ഇതിലൊരു ഷെഡിൽ എനിക്കൊന്ന് അപ്പുറത്തോട്ട് മാറിയിട്ടുള്ള ബ്ലൂ ഷെഡാന്ന് തോന്നുന്നു. അതിൽ മറ്റേ GEയുടെ പുതിയ വാപ്ടാക് ലോക്കോസിൻ്റെ മെയിൻ്റനൻസ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നലായി. നമ്മൾ പുറപ്പെടുകയും ചെയ്തു. കുണ്ടക്കലിലെ 11351 ഓക്സൺ വാഗൺ ROH ഡിപ്പോ ഗുത്തി. ഇവിടെ ഗുത്തിയുടെ ഒരു വാഗൺ ഉണ്ട് 41515. കുണ്ടക്കലിലെ 11255T. ഇപ്പോൾ നമ്മൾ ഗുത്തിന്ന് പുറത്തോട്ട് ഇറങ്ങി. ആക്ച്വലി ഗുത്തിയാണ് വലിയ ടൗൺ വൈസ് ഗുത്തിയാണ് വലുത്. പക്ഷേ സ്റ്റേഷൻ വൈസ് ഗുന്തക്കലാണ് വലുത്. ഗുന്തക്കൽ ഡിവിഷൻ ഓഫീസും മറ്റുമാണ്. ഗുത്തിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ നല്ല ഡ്രൈ ലാൻഡിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇനി കടപ്പ സൈഡ് ആ സൈഡിലോട്ട് നല്ല ഡ്രൈ ലാൻഡാണ്. നല്ല ചൂട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുണ്ടക്കലിലെ 11339T. ഗുണ്ടക്കലിൽ ഇഷ്ടംപോലെ WDM3DC ഒരു ഷണ്ടിങ് വർക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സിമെൻറ്റ് റേക്ക് ബാക്ക്വേർഡ്സ് ഷണ്ട് ചെയ്യുന്നു. ഒരു സിംഗിൾ J9 ആണ് ഷണ്ടിങ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഗുത്തിന്ന് പുറത്തിറങ്ങി. അങ്ങ് ദൂരെ ഒരു സ്റ്റേഷൻ ബിൽഡിംഗ് കാണുന്നുണ്ടോ? അത് ഗുത്തി ഫോർട്ട് സ്റ്റേഷനാണ്. അപ്പോൾ കേരളത്തിൻ്റെ കല്ലൂരു ലൈനിലേക്കുള്ള ട്രെയിനുകൾ ഇതുവഴി ഗുത്തി കല്ലൂരു ലൈൻ എന്ന് പറയുന്ന റൈറ്റോട് പോകുന്ന ലൈനാണ്. ഇപ്പോൾ റൈറ്റിലോട്ട് പോയ ലൈനാണ് കല്ലൂരിലേക്ക് പോകുന്ന ലൈൻ. അത് ഗുത്തി ഫോർട്ട് സ്റ്റേഷനാണ്. ആ ട്രാക്ക് മെയിൻ്റനൻസ് മിഷൻ കിടക്കുന്നത് കല്ലൂർ ലൈനിലാണ്. ഇപ്പുറത്ത് ഈ കാണുന്ന ലൈന് ഗുത്തി കല്ലൂർ ലൈനിൽ നിന്ന് നമ്മുടെ ലൈനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പണിത പുതിയൊരു ബൈപ്പാസ് ലൈനാണ്. ആ കാണുന്ന നമുക്ക് ഗുത്തി ഫോർട്ട്. മലയുടെ മുകളിൽ കാണുന്നതാണ് ഗുത്തി ഫോർട്ട്. ഒന്ന് ദൂരെ ഒരു സിമെൻറ്റ് ഫാക്ടറി കാണാനുണ്ട്.
ദൂരം വരെ വീടുകളൊന്നുമില്ല. വലിയ വലിയ ഇതാണ്, എന്താ പറയുക, കൃഷിയിടങ്ങളാണ്, പാടങ്ങളാണ്. കൃഷിയിടങ്ങളല്ലാണ്ട് വേറൊന്നുമില്ല. അങ്ങ് അകലെ കണ്ണെത്തുന്ന അത്രയും ദൂരം വരെ വീടുകളൊന്നുമില്ല. അങ്ങനൊരു ഷെഡ് കാണാനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഹൈവേ കാണാം. ആ ഹൈവേയുടെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു സിമെൻറ്റ് ഫാക്ടറി കാണാം. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ സൈഡിങ് ലൈൻ പോകുന്ന കാണാം. അത് അൾട്രാടെക് സിമെൻറ്റ്സിന്. ആ കാണുന്ന സിമെൻറ്റ് ഫാക്ടറി അൾട്രാടെക്കിൻ്റെയാണ്. അപ്പോൾ അൾട്രാടെക് സിമെൻറ്റ്സിലോട്ട് പോകുന്നൊരു സൈഡിങ് ആണത്. UTCൻ്റെ ബോർഡിൽ കാണാം അൾട്രാടെക് സിമെൻറ്റ്സിൻ്റെയാണ് സൈഡിങ്. അവർ സൈഡിങ് ലൈൻ പണിതപ്പോൾ അവർ 2 ലൈനിലോട്ടും പണിതു. അപ്പോൾ ബുദ്ധി സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്കും കയറാം, റെനിഗുണ്ട സൈഡിൽ നിന്നുള്ള ട്രെയിനുകൾക്കും കയറാം എളുപ്പത്തിൽ. അതിന് സെപ്പറേറ്റ് റിവേഴ്സിലോ ഒന്നും ആവശ്യമില്ലാണ്ട്. അതായത് പോസിബിലിറ്റീസൊക്കെ ഫോർസീ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻ്റാണത്. അങ്ങനെ വേണം ഡെവലപ്മെൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ജുട്ടൂരു എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്, ജുട്ടൂരു. സ്റ്റാർട്ട് റെഡാണ്. ഒരു ബെമൽ ബിൽഡ് OH ഇൻസ്പെക്ഷൻ കാറായിരുന്നു. ഒരു 2-3 മിനിറ്റ് ചുട്ടൂർ സ്റ്റേഷനകത്ത് നമ്മൾ ജസ്റ്റ് വിട്ടു. അപ്പുറത്തെ കോച്ചിൽ AC കൺസെൻട്രേഷൻ വാട്ടർ വല്ലാണ്ട് തെറിച്ച് വരുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ ജസ്റ്റ് താടിപ്പത്രി സ്റ്റേഷനിലേക്ക് എത്തി. അൻസ്കരിയുടെ കൊണ്ടാപുരം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണിപ്പോൾ. ഈ കിടക്കുന്ന റേക്ക് കൃഷ്ണ എക്സ്പ്രസിൻ്റെ റേക്കാണിത്. വിശാഖപട്ടണം തിരുപ്പതി കടപ്പ, വിശാഖപട്ടണം തിരുപ്പതി കടപ്പ കൃഷ്ണ എക്സ്പ്രസിൻ്റെ റേക്കാണ്. അതിൻ്റെ P7 ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ മുന്നിൽ ഏതോ പതുക്കെ പോകുന്ന ട്രെയിൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു തിരുമല എക്സ്പ്രസ്. ഇവിടെ തിരുമല എക്സ്പ്രസ് നടക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ കൃഷ്ണ എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്. തിരുമല എക്സ്പ്രസ് പോകാം. തിരുമല എക്സ്പ്രസ്സിൻ്റെ ലോക്കൽ 30237 നല്ല കൂടെയുടെ
ഈ റേക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നേ ഉള്ളൂ സാധനം. ഇത് കടപ്പയിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് MT റേക്കായിട്ട് കടപ്പ് വരെ പോകുന്നത്. അവിടെ നിന്നാണ് ട്രിപ്പ് എടുക്കുന്നത്. തൊട്ടപ്പുറത്ത് ഡാം പോലെ എന്തോ ഒരു സാധനമുണ്ട്. വെള്ളം കണ്ടോ, നല്ലോണം വെള്ളം കാണാം അവിടെ. നല്ലോണം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. വീടുകളൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡാം ആണെന്ന് വിശ്വസിക്കുന്നത്. അത് ദൂരെ ഷട്ടേഴ്സ് കാണുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഡാം തന്നെയാണത്. സ്റ്റേഷനിലൊക്കെ വീണ്ടും റെഡാണെന്ന് തോന്നുന്നു. മുത്തന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ ഒരു സ്വയംഭൻ കോമ്പറ്റീഷൻ കിടക്കുന്നു. ഒരു വാഗ് 9, ഒരു വാഗ് 7, ഒരു വാപ്പ് 7. മുത്തന്നൂർ സ്റ്റേഷൻ. ഇവിടെ സൈഡിങ്ങിലും ഒരു വാഗ് 9 കിടക്കുന്നുണ്ട്. ഒന്നല്ല, ട്വിൻസാണ്. ത്രീ 3031 41264 വിജയവാഡയുടെ. എന്താണോ സംഭവം, നമ്മൾ നിർത്തുക പച്ചയിടുക. ഇതിപ്പോൾ രണ്ടാമത്തെ 3ാമത്തെ പ്രാവശ്യം നടക്കുന്നത്. ഇന്ന് ഫ്രണ്ടിൽ ഫ്രൈറ്റ് എന്തോ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ നല്ല സ്പീഡ് പിടിച്ച് നമ്മളൊരു 130 ഓടും. നമ്മൾ 2 സ്റ്റേഷൻ ഓടും 130. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മളൊരു സ്റ്റേഷൻ നമ്മൾ നിർത്തും. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു സൈഡിങ് പോകുന്നുണ്ട്. അപ്പുറത്തായിട്ടൊരു പവർ പ്ലാന്റ് ഉണ്ട്, തെർമൽ പവർ സ്റ്റേഷൻ. അങ്ങോട്ട് പോകുന്ന സൈഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ ബോക്സ് ആൻഡ് റേക്കുകൾ വരുന്നുണ്ട്.
ഈസിപ്പെട്ടൊരു ട്വിൻസ് ആയിരുന്നു. ഇതങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ദൂരെയായിട്ട് കാണാം തെർമൽ പവർ സ്റ്റേഷൻ. പിന്നെ കണ്ടൻസർ ടവർ കാണാൻ പറ്റും ഇവിടുന്ന്. ഞങ്ങൾ പോകുന്ന 2 ട്വിൻ വാഗ് 7s കാണാം ഈ റോഡിൻ്റെ. ആ കാണുന്നതാണ് തെർമൽ പവർ സ്റ്റേഷൻ. കണ്ടിട്ടൊരു സിമെൻറ്റ് ഫാക്ടറി പോലെയുണ്ട്. ഭിലായ് G9s ആണ്. ചെന്നൈ എഗ്മോർ മുംബൈ മെയിലായിരുന്നു പോയത്. നമ്മൾ ജസ്റ്റ് എറകുണ്ടിലേക്ക് എത്തുന്നു. ഇതൊക്കെ ക്വാറി വേസ്റ്റ് ആണ് ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം. ഇത് ഈ കല്ലൊക്കെയാണ് നമ്മൾ കടപ്പക്കല്ല് എന്ന് പറയുന്നത്. ഇതെല്ലാം ലൈം സ്റ്റോൺ ആണിത്. കാണുന്ന റെയിൽവേ ലൈന് പ്രോഡക്റ്റൂർ വഴി നന്ദ്യാലിലേക്കുള്ള ലൈനാണിത്. നന്ദ്യാലിൽ നിന്ന് എറകുണ്ടിലേക്ക് വരുന്ന ലൈനാണിത് ഈ കാണുന്നത്.
ഇതാണ് എറഗുണ്ട്ല സ്റ്റേഷൻ. അതെങ്ങോട്ട് പോകുന്ന ലൈനാണെന്നില്ല, ഫാക്ടറി സൈഡിങ് ആണെന്ന് തോന്നുന്നു. എറഗുണ്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതാണ്. അപ്പുറത്ത് ഫാക്ടറി ആണ്, പ്രോബ്ലം സൈഡിങ് ആയിരിക്കും അത്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വീട്ടിൽ ഉള്ളിൽ പോയിരിക്കാൻ പോകണം. ക്രോസിങ്സ് ഒക്കെ വളരെ കുറവാണ്. കാരണം നമ്മൾ ഓടുന്ന ടൈമിങ് അങ്ങനെ ഉണ്ടായിരിക്കുന്നില്ല. ശബരിക്ക് വരാനുള്ള റേറ്റാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. റേറ്റാണ്. നദിയാണ്. നദി എന്ന പേര് മാത്രമേ ഉള്ളൂ, വെള്ളമൊന്നും കാണാനില്ല. വളരെ കുറച്ച് എയർ ട്രാഫിക് മാത്രമുള്ള ഒരു എയർപോർട്ടാണ്, മേജർ എയർപോർട്ടൊന്നും അല്ല.
അടുത്ത സ്റ്റേഷനാണ് കടപ്പ. നല്ല കടപ്പയിലേക്ക് അടുക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ ഓടുന്ന മട്ടൊന്നുമില്ല, കാരണം ഫുള്ള് കാട് മൂടി കിടക്കാനായിട്ട്. അതുപോലെ അതിൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇത് വേറെ എങ്ങോട്ടെങ്കിലും ഇവിടെ ഇട്ട് തുടങ്ങിയിട്ട് നമ്മുടെ കാലടി ലൈൻ ഇവിടെ പണി നിന്ന് പോയതാണോ എന്നറിയില്ല. ഇതൊരു ലൈനുണ്ട് ഇവിടെ. കാക്കാണ്ട് ഒരു ട്രെയിൻ ഓടിയ ലക്ഷണമേ ഇല്ല. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്, നമ്മൾ ഫുൾ സ്പീഡിലും കയറിച്ചില്ല. ഭിലായിയുടെ 2 വാഗണൈൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ കടപ്പയിലെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ കയറാനുള്ള തിരക്ക് കണ്ടോ? സമയം ഇപ്പോൾ 1 മണി. നമ്മൾ ഏകദേശം ലേറ്റാണ്, ഒരുപാടൊന്നുമില്ല. എനിക്കൊന്നൊരു 10-15 മിനിറ്റിനുള്ളിൽ ലേറ്റാണ് നമ്മൾ. ഇതാണ് മറ്റ് പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു ബെമൽ ബെൽറ്റ് മെമ്മോ എടുപ്പുണ്ടായിരുന്നു. അത് കാട്ട്പാടി ജോലാർപേട്ട് മെമ്മോ കൊണ്ടാണ്. ജോലാർപേട്ടാണോ അരക്കോണമാണോ എന്ന് പറഞ്ഞത്? കാട്ട്പാടി അരക്കോണം മെമ്മോ ആണ്. നമ്മൾ ലഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മട്ടർ പനീർ സബ്ജി, അതുപോലെ ചപ്പാത്തിയാണ്. ഫുഡ് വന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ഒബുലാവരപ്പള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷൻ വിട്ടു. ഒരു ലെഫ്റ്റായിട്ടോട് ഒരു ലൈൻ പോകുന്നുണ്ട്. എനിക്കൊന്ന് കൃഷ്ണപത്നം പോർട്ടിലോട്ട് പോകുന്ന ലൈനെന്ന് തോന്നുന്നു, മറ്റേ ഗുണ്ടൂറിനടുത്തുള്ള ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല സ്പീഡാണ്. 130 പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൺസിസ്റ്റൻ്റ്ലി. 127, 128 പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡോർ പ്ലേറ്റിംഗ് ഒരു ഓപ്ഷൻ അല്ല. അതുമാത്രമല്ല നല്ല ചൂട് കാറ്റാണ് പുറത്ത് വീശുന്നത്.
ഇതെന്താ സംഭവം എന്നറിയില്ല, കൂന കൂട്ടിയിട്ടിട്ടുണ്ട് മുകളിലോട്ടായിട്ട്. ഇനി അപ്പുറത്ത് പോറവില്ലായിരിക്കും ചിലപ്പോൾ. ജസ്റ്റ് ലൂപ്പിലൂടെ കയറി മറുപുറത്താണ് പ്ലാറ്റ്ഫോം. കണ്ടിട്ട് വലിയ തിരക്ക് കയറാനില്ല ഇവിടുന്ന്. ഓപ്പോസിറ്റ് ലൈനിൽ കുറേ യാത്രക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ഉടനെ ഏതോ ട്രെയിൻ വരുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മളങ്ങനെ കൊടൂരു സ്റ്റേഷൻ എടുത്തി. ഓപ്പോസിറ്റ് ലൈനിലൊരു G9 ഹോൾഡ് ഫ്രൈറ്റർ പോകുന്നുണ്ട്. ഗുത്തിയുടെ 33093 വാഗ്നർ HC ആണ്. BCN റേക്കാണ്. തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ കുറേ ഹംസഫർ കോച്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. AC 3 ടയർ 181095, 181080 എല്ലാ സൗത്ത് സെൻട്രൽ റെയിൽവേ മാർക്കിങ്ങിലെ AC 3 ടയർ കോച്ചുകളാണ്. ഇതൊക്കെ ശബരിയുടെ റേക്ക് റീപ്ലേസ്മെൻറ്റിലോട്ട് കയറാനുള്ള കോച്ചുകളായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ഹംസഫർ റേക്ക് ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും ശബരി എക്സ്പ്രസിൻ്റെ റേക്ക് മാറ്റും. ഉടനെ ഇപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ മിക്കവാറും കയറാനുള്ളതായിരിക്കും ഇതൊക്കെ. അല്ലെങ്കിൽ ഇത് തിരുപ്പതിയിലേക്ക് POH പോകുന്ന റേക്ക് ആയിരിക്കണം. അതും ഒരു പോസിബിലിറ്റിയാണ്. കൊടൂരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. വളരെ പെട്ടെന്ന് നിർത്തിയെടുത്ത്, ഹാർഡ്ലി 1 മിനിറ്റ്. ഇനി ഇവിടുന്ന് ചെന്നൈയിലേക്ക് 175 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ചെന്നൈയിലേക്ക് പോകുന്നില്ല, നമ്മൾ റെണിഗുണ്ടേ നമ്മൾ തിരിഞ്ഞു പോകും. കൊടൂരു കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് റെണിഗുണ്ടയിലാണ്. റെണിഗുണ്ട കഴിഞ്ഞാൽ പിന്നെ തിരുപ്പതിയാണ് നമ്മുടെ സ്റ്റോപ്പ്. നമ്മൾ ജസ്റ്റ് റെണിഗുണ്ട ബൈപ്പാസ് ക്യാമ്പിനെത്തുന്നു. ഈ ലെഫ്റ്റോട്ട് പോകുന്നതാണ് റെണിഗുണ്ട ബൈപ്പാസ് ലൈനാണ്. നേരെ കാലാവസ്ഥ ലൈനിലേക്കാണ് പോയിട്ട് വരാം. കാത്തു നിർത്തിക്കൊണ്ട് ഇതാ അപ്പുറത്ത് കൂടെ നമ്മുടെ ശ്രീകാളഹസ്തി ലൈനിൽ നിന്നൊരു വാഗ് 12B ഹൗൾഡ് ഫ്രൈറ്റർ കടന്നു പോകുന്നു.
ഫ്രൈറ്ററിൻ്റെ തല മാത്രം കാണാം കേട്ടോ, അത്രേ ഉള്ളൂ. അതിനടുക്ക് മണ്ടിട്ടുള്ളതുകൊണ്ട് ഈ ഭാഗം കയറിയിട്ടുകൊണ്ടായിരിക്കും നമ്മൾ കയറാൻ. ഇതാണ് തിരുപ്പതി യാർഡിൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഇവിടെ കുറച്ച് സൈഡിങ് ലൈനുകളൊക്കെ കാണാം. ഇതൊന്ന് ദൂരെ കാണുന്ന പച്ച മലകളാണ് സപ്തഗിരി. അതിൽ അവിടെ എൻ്റെ ഈ വിരലിൻ്റെ ആ ഒരു ഭാഗത്തിനുള്ളൊരു മല കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ സൈഡ് വെട്ടി വൃത്തിയാക്കിയിരിക്കുന്ന പോലെ, അതാണ് തിരുമല. അതിന് മുകളിലായിട്ടാണ് തിരുപ്പതി ക്ഷേത്രം ഉള്ളത്. കുറച്ചധികം നേരം നമ്മൾ പോസ്റ്റാക്കി എടുത്തത് വിട്ടു. റോഡ് നമ്പർ 4ലേക്കാണ് വിടുന്നത്. എന്തിനായിരുന്നു ഇത്രയും നേരം പിടിച്ചിട്ടത്? പ്ലാറ്റ്ഫോം മേ ബി ഓക്യുപ്പൈഡ് ആയിരുന്നിരിക്കും, ആരെങ്കിലും വണ്ടിയോ ഷണ്ടിങ്ങോ വല്ലതും നടക്കുമായിരുന്നിരിക്കും. എന്താണെങ്കിലും നമ്മൾ കുറേ സമയം മുമ്പ് കിട്ടി. കറക്റ്റ് ടൈമിനകത്ത് കയറുന്ന വണ്ടിയായിരുന്നു. ഏകദേശം 20 മിനിറ്റിനടുത്ത് ലേറ്റാണ്. ഈ കാണുന്നതാണ് ശ്രീകാളഹസ്തി എന്ന് വരുന്ന ലൈന്. ഈ ലൈനിൽ കൂടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മില്ലേനിയം എക്സ്പ്രസ്സിൽ. അതാണ് ശ്രീകാളഹസ്തി എന്ന് വരുന്ന ലൈന്. ഗുഡൂർ ശ്രീകാളഹസ്തി വഴി നേരെ തിരുപ്പതിയിലേക്ക് വന്ന് കയറുന്ന ലൈനാണത്. നമ്മൾ റോഡ് നമ്പർ 4ലേക്ക് വേണ്ടി ജസ്റ്റ് ട്രാക്ക് മാറുന്നു. നമ്മൾ ജസ്റ്റ് ഉള്ളിലോട്ട് കയറുന്നു. റോഡ് നമ്പർ 4 എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 ആയിരിക്കണം. അങ്ങനെ ഇലക്ട്രിക് ബസ് തിരുപ്പതിക്കുള്ളത്. തിരുപ്പതി ടു ശ്രീകാളഹസ്തിയാണത്. അപ്പം ഞാൻ പറഞ്ഞ റോഡ് നമ്പർ 4 എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 ആയിരിക്കണം. കാര്യം 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് ഒരു സൈഡിങ് ഉണ്ട്, ഒരു സ്റ്റേബിളിംഗ് ലൈൻ ഉണ്ട്. അപ്പോൾ അതാണ് റോഡ് നമ്പർ 2. അതെ, പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അങ്ങനെ റെണിഗുണ്ട ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കിടക്കുന്നത് വിജയവാഡയുടെ 37669 ഹാട്ടിയ SM സ്ഥലം വിശ്വേശ്വരയ്യ ബംഗളൂരു. ബംഗളൂരു ഹാട്ടിയ എക്സ്പ്രസ് ആണത്. प्लेटफॉर्म पर उतरी यात्रीगण कृपया ध्यान दें। गाड़ी संख्या 1, 2, 8, 3, 6 प्लेटफॉर्म क्रमांक 2 पर खड़ी है। योर अटेंशन प्लीज। ट्रेन नंबर 1286 सुपरफास्ट
കയറി വന്ന സ്ഥിതിക്ക് നമ്മൾ ഹാട്ടിലേക്ക് ഇറങ്ങിപ്പോവാം. കാര്യം ഹാട്ടി നമ്മുടെ ലൈനെ ക്രോസ് ചെയ്യണമായിരുന്നു. Is on platform number 2. ഹൗസ് കീപ്പിങ്ങിൻ്റെ സ്റ്റാഫ് ഇപ്പോഴാണ് ഇറങ്ങിയത്. വണ്ടി ജസ്റ്റ് റെണികുണ്ടെന്ന് അനങ്ങി തുടങ്ങി. റെണികുണ്ട സ്റ്റേഷനിൽ ഏകദേശം ഒരു 10-15 മിനിറ്റോളം പിടിച്ചിട്ട് വണ്ടി. 10 മിനിറ്റ് എങ്ങനെ കടന്നുണ്ട്, 15 മിനിറ്റ് ആണെന്ന് അറിയില്ല. ഇപ്പോൾ സമയം 3:40. നമ്മളിവിടുന്ന് ഇനി തിരുപ്പതി ലൈനിലോട്ടാണ് കയറാൻ പോകുന്നത്. దయచేసి వినండి, ట్రైన్ నంబర్ 22160 డాక్టర్ ఎంవి రామచంద్రన్ చెన్నై సెంట్రల్ నుండి గడప, గుంతకల్, బాలి, చోళాపూర్ మీదుగా ఛత్రపతి శివాజీ మహారాజ్ టెర్మినల్ ముంబై వెళ్ళవలసిన ముంబై. ഇത് നമ്മുടെ പുറകെ വന്നൊരു വണ്ടിയാണിത്. മുംബൈ CSMT നാഗർകോവിൽ ബൈ വീക്കിലി എക്സ്പ്രസ് അരക്കോണം വഴിയുള്ളത്. ഇവനിപ്പോൾ നേരെ ഇവിടെ അരക്കോണം വഴി റിവേഴ്സ് ചെയ്ത് നാഗർകോവിലോട്ട് പോകും. ഇവൻ ഇത്രയും നേരം നമ്മുടെ പുറകെ ആയിരുന്നെങ്കിലും ഇപ്പോൾ കറക്റ്റ് നമ്മുടെ കൂടെ ഇവിടെ ഓടിയെത്തി. ഇവൻ ഈ വണ്ടിക്ക് മുമ്പ് നാഗർകോവിൽ എത്തുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മളിതാ ജസ്റ്റ് തിരുപ്പതി ലൈനിലോട്ട് കയറുകയാണ്. ചെന്നൈ മുംബൈ സൂപ്പർ ഫാസ്റ്റ് അവിടെ പുറത്ത് ഹോമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിലോട്ടാണ് അവന് പിടിക്കുന്നവർക്ക്. നമ്മൾ ജസ്റ്റ് തിരുപ്പതി ലൈനിലോട്ട് കയറി. ദൂരെ കിടക്കുന്നുണ്ട് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. സൂപ്പർ ഫാസ്റ്റ് അല്ല, ചെന്നൈ മുംബൈ എക്സ്പ്രസ്. ഇപ്പം അത് സൂപ്പർ ഫാസ്റ്റാണ്. പക്ഷേ പണ്ടത് സാധാരണ എക്സ്പ്രസ് ആയിരുന്നു. ഇതൊരു അടിപൊളി കേവാണത്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് തിരുപ്പതി, തിരുമല ഹിൽസ്. നമുക്കിനി ഒരു കഷ്ടി ഒരു 10 കിലോമീറ്റർ ഉണ്ട് തിരുപ്പതിയിലേക്ക് എത്താൻ. 3:50 ആയിരുന്നു തിരുപ്പതി ടൈം. 10 കിലോമീറ്ററിലുകൊണ്ട് നമ്മൾ 3:50 എന്തെങ്കിലും ഓടിയെത്തില്ല. നമ്മളൊരു 3:55 ആകുമ്പോഴേക്ക് എത്തുമായിരിക്കും. ഇത് അവരുടെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. കാര്യം അതിനകത്തോട്ട് കോച്ച് കൊണ്ടുപോകുന്ന ലൈനാണ് ഈ കാണുന്നത്. ഈ വലതുവശത്ത് കയറി പോകുന്ന ഈ ലൈനില്ല, ഈ ലൈൻ വഴിയാണ് വർക്ക്ഷോപ്പിനകത്തോട്ട് കോച്ചുകൾ കൊണ്ടുവന്നത്. IOH POHനുള്ളത്. ഇവിടെ നിന്ന് ട്രാക്ക് വർക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ബ്ലോക്ക് കാരണമായിരിക്കും നമ്മൾ പിടിച്ചിട്ടത്. നമ്മളിപ്പോൾ ജസ്റ്റ് തിരുച്ചനൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. സ്റ്റോപ്പൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് റൺ ത്രൂ ഉള്ളൂ. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ട്രക്ചർ. അവരുടെ കല്യാണ മണ്ഡപം എന്തോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. റെയിൽവേ സ്റ്റാഫ് എംപ്ലോയീസിനല്ല, വർക്ക്ഷോപ്പിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നത്. ഇവിടെ വിജയവാഡയുടെ 37715 ആപ്സ് ഒറ്റയ്ക്ക് നിൽക്കുന്നു.
അങ്ങനെ തിരിച്ചാനൂർ കഴിഞ്ഞു. തിരുപ്പതി ചെന്നൈ മെമോ ആണിത്. തിരുമലയിലോട്ട് വന്ന വണ്ടികൾ ഉപയോഗിക്കുന്ന റോഡ് കാണാം അവിടെ. അതുപോലെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചെറിയ ഗോപുരങ്ങൾ കാണാം. അത് ഈ നടന്നു പോകുന്നവരെ വഴിയിലുള്ള ഗോപുരങ്ങളാണ്. അതൊക്കെ ഇവിടുന്ന് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് തന്നെ വളരെ പെയിൻ്റായിട്ടാണ് കാണുന്നത് ഇവിടുന്ന്. നമ്മുടെ അപ്പുറത്തെ ലൈനിൽ കൂടെ ഒരു റേക്കിനെ ഷണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് റോഡ് നമ്പർ 3ലേക്ക്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് നമുക്ക് അവർ സിഗ്നൽ സെറ്റ് ചെയ്തിരുന്നു ഓൾറെഡി. ജസ്റ്റ് തിരുപ്പതി സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. നമ്മൾ ജസ്റ്റ് തിരുപ്പതി സ്റ്റേഷനിലോട്ട് കയറിയിരിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 3ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതൊരു ഗുണ്ടക്കലിന് 27426 ബാഗ് 7 ഒരു ഡെഡ് ആൽക്കോ ഷണ്ടിങ് ലോക്ക് വന്നത് 11372T ആയിട്ട് നിൽക്കുന്നുണ്ട്. തിരുപ്പതി ഗുണ്ടക്കൽ പാസഞ്ചറായിരുന്നു. ഗുണ്ടക്കൽ തിരുപ്പതി, തിരുപ്പതി ഗുണ്ടക്കലല്ല, ഗുണ്ടക്കൽ തിരുപ്പതി പാസഞ്ചർ. ഇവിടെ നിന്നുള്ള അടിപൊളി തിരക്ക് കയറാനുണ്ട്. പണിയെടുക്കുന്ന എയർ കോഴ്സിൻ്റെ പണി ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ കണ്ടതുപോലെയൊക്കെ തന്നെ ഉണ്ട്. വലുതായിട്ടൊന്നും പണി നടന്നിട്ടില്ല. നമ്മളങ്ങനെ തിരുപ്പതിയിലെത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ SMVT ബംഗളൂരു ഹൗറ എക്സ്പ്രസ് വരാനുണ്ടാവും. വന്നിട്ടേ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറക്കുള്ളൂ. കാര്യം സിംഗിൾ ലൈനാണല്ലോ, നമുക്ക് കയറി വന്നാൽ നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കും. നമ്മൾ ഇത്രയും നേരം ഇവിടെ പോസ്റ്റാക്കിയ ബംഗളൂരു SMVT ഹൗറ എക്സ്പ്രസ് ആണ് കയറി വരുന്നത്. ഇപ്പം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാം. കാര്യം ഇനി അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. ഇനി നമ്മൾ കാട്ട്പാടി എത്തുന്ന വരെ സിംഗിൾ ലൈനാണ്. അപ്പോൾ ക്രോസിങ്ങുകളുണ്ടാവും. 39175 വിജയവാഡയുടെ ലോക്കമാണ്. SMB ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അവനെത്തി.
സമയം ഇപ്പോൾ 4:16 അതായത് നമ്മൾ ഏകദേശം ഒരു 20-21 മിനിറ്റ് ലേറ്റാണ് ഇപ്പം. Superfast Express via Vijayawada, Visakhapatnam, Brahmapur, Kharagpur. Platform क्रमांक 1. ട്രെയിൻ വീണ്ടും നിർത്തി കൊടുക്കാൻ പോകാൻ തോന്നുന്നു. അവർക്ക് ഓടുന്ന വണ്ടിയിലൂടെ കയറാൻ ഒരു പേടി. വെറുതെ ബാക്കിയുള്ളത് നിർബന്ധിക്കണ്ട, പേടിയുള്ളവർ കയറാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. റീസെൻ്റ്ലി ട്രാക്ക് മാറ്റിയിട്ടുണ്ട്, റെയിൽസ് ഐ മീൻ. തിരുമല നല്ല വ്യക്തമായിട്ട് കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ മലയുടെ മുകളിലായിട്ടൊരു ഗോപുരം കാണാം. ഇതാണ് തിരുപ്പതി വെസ്റ്റ് ഹോൾട്ട് സ്റ്റേഷനാണ്. അടുത്ത സ്റ്റോപ്പ് പക്കാലയിലേക്ക് എത്തി. പാക്കാല ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. കാക്കനാടിലേക്ക് വന്ന ശേഷാദ്രി എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് അധികം നേരം പോസ്റ്റാക്കിയിട്ട് ജസ്റ്റ് ശേഷാദ്രി എക്സ്പ്രസ് കയറി വരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 10 മിനിറ്റോളം ഇവിടെ ഒന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. ശേഷാദ്രി എക്സ്പ്രസ് ജസ്റ്റ് കയറി വരുന്നു. സിംഗിൾ ലൈൻ ആയതുകൊണ്ടുള്ള പ്രശ്നമാണിത്. ശേഷാദ്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാം. വിജയവാഡയുടെ 22516 ആണല്ലോ അപ്പോൾ. ശേഷാദ്രി കയറി വന്നു. ഗുണ്ടൂർ തിരുപ്പതി എക്സ്പ്രസ്സിന് റേക്ക് ഇവിടെ കിടക്കുന്നുണ്ട്.
തിരുപ്പതിയിൽ തീരെ സ്ഥലമില്ലാതുണ്ടെങ്കിൽ ദൂരെ കൊണ്ടിടുന്നു തോന്നുന്നു. നമ്മുടെ സ്റ്റാർട്ടാണ് കണ്ടത്, ജസ്റ്റ് മഞ്ഞയായി. നമ്മൾ ജസ്റ്റ് പക്കാലയിൽ നിന്ന് അനങ്ങി തുടങ്ങി. ഇവിടുത്തെ എല്ലാ ലൈനും ഫുള്ളാട്ടോ, എല്ലാ സ്പെയർ റേക്കുകളും ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. അത് അങ്ങേ സൈഡിൽ ഒരു സ്പെയർ റേക്ക് കിടക്കുന്നുണ്ട്, ഒരു G9 ഹോൾഡ്. അതൊരു LHB റേക്കാണ്, ഏതാ വണ്ടി എന്നറിയില്ല. വിശാഖപട്ടണം തിരുപ്പതി എന്നാണ് ബോർഡിലിരിക്കുന്നത്. വിശാഖപട്ടണം തിരുപ്പതി എക്സ്പ്രസ് ലല്ലഗുഡയുടെ 31235 ആണ് ലോക്കോ. നമ്മുടേത് ഒരു മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. നമ്മൾ നേരെ പക്കാല ലൈനിലേക്കാണ്, പക്കാലയിൽ നിന്ന് ചിത്തൂർ ലൈനിലേക്കാണ് നമ്മൾ കയറുന്നത്. ചിത്തൂർ കാട്ട്പാടി ലൈനിലേക്ക് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മൾ ടുവേർഡ്സ് ചിറ്റൂർ തിരിഞ്ഞു. നേരെയുള്ള ലൈന് മദനപ്പള്ളി വഴി ധർമ്മവരം പോകുന്ന ലൈനാണ്. ഈ ലൈൻ കാലങ്ങളായിട്ട് നമുക്ക് പെൻഡിങ് ആണ്. ഒരു ദിവസം ഇതിനു വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തായിരിക്കും. ഇതും വേറൊരു ലൈനും കൂടി ചേർത്ത് നമുക്ക് 2 അൺഎക്സ്പ്ലോർഡ് സെക്ഷൻസ് ഒരുമിച്ച് ഒറ്റ ദിവസം. അപ്പോൾ നമ്മളങ്ങനെ ചിറ്റൂർ ലൈനിലേക്ക് കയറി. ഇനി ഏകദേശം ഒരു 30 കിലോമീറ്റർ അടുത്തുണ്ട് ചിറ്റൂരിലേക്ക്. ചിറ്റൂരാണ് അടുത്ത സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പുള്ളത് കാട്ട്പാടി ജംഗ്ഷനിലാണ്. ജസ്റ്റ് ചിറ്റൂർ സ്റ്റേഷനിലേക്ക് കയറുന്നു. ലല്ലഗുഡയുടെ 39149 കാത്തിടക്കുന്നുണ്ട്, വെങ്കടാദ്രി എക്സ്പ്രസ് ആയിട്ട്. കാച്ചിഗുഡ ചിറ്റൂർ വെങ്കടാദ്രി എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാരണം അത് ലേറ്റായി. അത് ഇവിടുന്ന് 5:35 പോകേണ്ടതായിരുന്നു. സമയം 5:46 അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് ചിറ്റൂരിലെത്തി. അപ്പോൾ നമ്മളങ്ങനെ ചിറ്റൂരിൽ നിന്ന് പുറപ്പെട്ടു. പെട്ടെന്ന് നിർത്തിയെടുത്തു, ഒരുപാട് സമയം നിർത്തിയില്ല, വേഗം നിർത്തിയെടുത്തു നമ്മൾ. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള കാട്ട്പാടിയിലാണ്. നമ്മൾ കാട്ട്പാടി എത്തേണ്ട സമയം ആയി കഴിഞ്ഞാൽ ഏറെക്കുറെ 5:45 കാട്ട്പാടി സ്ഥാനം. 5:45.
ഇനി 30 കിലോമീറ്റർ കൊണ്ട് കാട്ട്പാടി എത്താൻ. അപ്പോൾ കാട് മലയൊക്കെ വിട്ട് നമ്മളിത് ജസ്റ്റ് കാട്ട്പാടിയിലോട്ട് അടുക്കുന്നു. കാണുന്ന വലിയ ബിൽഡിങ്സൊക്കെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് മെയിൻ ലൈന്, ചെന്നൈ മാംഗ്ലൂർ മെയിൻ ലൈന്. നമ്മൾ ആ മെയിൻ ലൈനിലോട്ടാണ് അതിന് മേജ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഒരു പെട്ടെന്ന് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. ഈ സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ മെയിൻ ലൈനിലേക്ക് മേജ് ചെയ്യും. മിക്കവാറും മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് ആദ്യം പോകും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ സാധ്യതയുള്ളൂ. നമ്മളിതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ പോകുന്നത്? നമ്മൾ പ്ലാറ്റ്ഫോം 4 തന്നെ നിർത്തണം. പ്ലാറ്റ്ഫോം 4 തന്നെ. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. പെട്ടെന്ന് അപ്പുറത്തൊന്ന് മാറാം. ആദ്യമായിട്ട് തോന്നുന്നു പ്ലാറ്റ്ഫോം 4 അറൈവൽ ഞാനിങ്ങനെ പിടിക്കുന്നത്. കഴിഞ്ഞൊരു പ്രാവശ്യം പ്ലാറ്റ്ഫോം 4 നമ്മൾ അറൈവ് ചെയ്യുന്നതിലെ മറ്റേ സൈഡിൽ നിന്നാണ് പിടിച്ചത്. from Coimbatore to Baroni special is now running late by 1 hour 30 minutes. The inconvenience to the passenger is regretted. കാട്ട്പാടി കിട്ടിയില്ല. എല്ലാവരുടെ 31618 അവിടെ കിടക്കുന്നുണ്ട്. ഫ്രൈറ്ററാണ്. അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡേ ലൈറ്റ് വിഷ്വൽസ്. ഇവിടുന്ന് ഡിപ്പാർച്ചർ കൂടി ഞാൻ എന്തായാലും എടുക്കും. ഡിപ്പാർച്ചർ കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ. കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല കേട്ടോ. ഫിക്സ്ഡ് ബോർഡ്സും ഇല്ല, ഡിജിറ്റൽ ഡിസ്പ്ലേസും ഇല്ല. മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിന് ആദ്യം ഇറങ്ങിപ്പോയി. റോയപുരത്തിൻ്റെ ഒരു വാപ്സാനായിരുന്നു, നമ്പർ ശ്രദ്ധിച്ചില്ല, അപ്പോഴേക്കാണ് ഇറങ്ങിപ്പോയി. നമ്മുടെ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ ഒരു മെമ്മോ വരുന്നുണ്ട്. വെല്ലൂർ കാൻറ്റോൺമെൻറ്റിൽ നിന്ന് വരുന്ന അരക്കോണം മെമ്മോ ആണിത്.
കല്ലൂർ കണ്ടോൺമെൻറ്റ് അരക്കോണം മെമു ആണ്. നോർത്തിൽ എവിടെയോ സ്പെഷ്യൽ ട്രെയിൻ ഓടാൻ വേണ്ടി ഇപ്പോൾ തിരിച്ചു വന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഒരു അർദ്ധയാത്ര സ്പെഷ്യൽ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ലോക്കലോടി കളിക്കുകയാണ്. ബെമൽ ബിൽറ്റ് 8 കാർ 3 ഫേസ് മെമു ആണ്. ഇന്നൊരു ബെമൽ ബിൽറ്റിലൊന്നും യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. പല പ്രാവശ്യം മുന്നിൽ വന്ന് പെട്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി. ആഹാ, നമ്മളത് ഓവർടേക്ക് ചെയ്ത് പോന്നു. ചെന്നൈ മൈസൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ജസ്റ്റ് കാട്ട്പാടി സ്റ്റേഷനിൽ പുറപ്പെടുന്നേ ഉള്ളൂ. ഈ പ്ലാറ്റ്ഫോം നല്ലോണം മുന്നിലാണ്, മറ്റേ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോംസ് പുറകിലുമാണ്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി വരുന്നുണ്ട്. അതിനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ലൂപ്പ് ഇറങ്ങി മെയിൻ ലൈനിൽ കയറി പറന്നടിച്ച് പോകണം. അവൻ പോയി ഒരു ബ്ലോക്ക് ക്ലിയർ ചെയ്യുമ്പോഴേ നമ്മളെ വിടുള്ളൂ. ഇതൊരു ഓറഞ്ച് കളർ വന്ദേ ഭാരതാണ്. ഈ ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. ടു 0664 എന്നാണ് നമ്പർ. ചെറിയ തോതിൽ ഒരു തേപ്പം കൂടെ കിട്ടി. ബൃന്ദാവൻ എക്സ്പ്രസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ വരുന്നതാണ് ബൃന്ദാവൻ എക്സ്പ്രസ് 37649 കൃഷ്ണരാജപുരം 648. ബൃന്ദാവൻ എക്സ്പ്രസ് അങ്ങനെ കയറി വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാട്ട്പാടി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. സമയം ഇപ്പോൾ 6:39. ലേറ്റാണ്, 3/4 മണിക്കൂറോളം ലേറ്റാണ്. ലേറ്റ് ആവുന്ന സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. കാര്യം ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് അങ്ങാടിപ്പുറത്തേക്ക് ബസ്സിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 4 മണിക്ക് 4:15 ബസ്. കാര്യം രാജറാണി എക്സ്പ്രസ് ഇതുമായിട്ട് ഭയങ്കര ടൈറ്റ് കണക്ഷനാണ്. അപ്പോൾ വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത് കിട്ടിയില്ല. നമുക്ക് ഈ യാത്രയിൽ ഓൾറെഡി ഒരു ട്രെയിൻ നമുക്ക് മിസ്സായതാണ്. ഒരെണ്ണം ഓൾമോസ്റ്റ് മിസ്സായി, എങ്ങനെയൊക്കെയോ കിട്ടി. രണ്ടാമത്തെ നമുക്ക് ശരിക്കും മിസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം കൂടി താങ്ങാനുള്ള ബാല്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിനങ്ങ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്തു. ഡേ ലൈറ്റ് വിഷ്വൽസൊക്കെ കഴിഞ്ഞു. നമ്മുടെ യാത്രയിലത്തെ ഡേ ലൈറ്റ് വിഷ്വൽസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ കാട്ട്പാടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി മെയിൻ ലൈനിലോട്ട് കയറുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാക്സിമം ജോളാർപേട്ട് നല്ല ദോശയെല്ലാം മേടിച്ച് കഴിക്കും. മറ്റേ ഡിന്നർ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല. ചെറിഞ്ഞ പോയി കിടന്ന് ഉറങ്ങും. കാര്യം നമുക്ക് എന്തായാലും 2:30 നമുക്ക് ഇറങ്ങാനുള്ളതാണ്. നാളെ വർക്കിംഗ് ഡേ ആണ് അതിന്. അപ്പോൾ കുറച്ച് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നാളെ ഓഫീസിൽ പോയിട്ട് പണിയാം. അപ്പോൾ ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഇനിയുള്ള വിഷ്വൽസ് കാണാം. ഉറങ്ങി പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് ഇനി കാണാം. അപ്പം നമ്മളങ്ങനെ ജോലാർപേട്ട ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ദോശ വല്ലതും കിട്ടുകയാണെങ്കിൽ മേടിച്ച് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ദോശക്കാരൻ നിൽപ്പുണ്ട് ഇവിടെ. 2 ദോശ ഒരു വടയും കിട്ടിക്കഴിഞ്ഞാലേ അടിപൊളി. എന്നിട്ട് ഡിന്നർ സൂപ്പർ. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. 2:30 എന്തായാലും ഇറങ്ങണമല്ലോ. അപ്പോൾ ദോശ മേടിച്ചു. 2 ഇഡ്ഡലിയും 1 ദോശ. 2 ദോശയും സാമ്പാറും. അപ്പോൾ അങ്ങനെ നമ്മുടെ അത്താഴം കഴിഞ്ഞു. കിടക്കാനുള്ള സമയമായി. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണം.
ബാക്കിയുള്ള സെക്ഷൻസ് കാണാം. നമുക്ക് ടൈം അപ്പം അങ്ങനെ നമ്മളൊരു 1500 കിലോമീറ്റർ യാത്ര അവസാനിപ്പിച്ച് പൂനെയിൽ നിന്ന് തൃശ്ശൂർ എത്തി നിൽക്കുന്നു. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് 16381 ആണ് ഈ കിടക്കുന്നത്. ഉടനെ എടുത്തു പോകും. സമയം ഇപ്പോൾ 2:40. വലിയ ഡിലേ ഇല്ല, ഒരു 15 മിനിറ്റ് എടുത്ത് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ലോങ് വീഡിയോ ആയിരുന്നു. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കൊരു അടിപൊളി പുതിയ വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.